നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അന്തായത്തോട് മട്ടന്നൂർ 4-വരി പാത സാമൂഹികാഘാത പഠനത്തിനായി സംഘം എത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ 4-വരി പാതയുടെ അലൈൻമെന്റ് പരിശോധന നടത്തി. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ച മടപ്പുരച്ചാൽ സ്വദേശിനി ഉഷയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട്. പായം പഞ്ചായത്തിന്റെ കല്ലുമുട്ടിയിലെ മൾട്ടിപ്ലക്സ് തിയേറ്റർ റീടെൻഡറും ഉറപ്പിക്കാനായില്ല. തിയേറ്റർ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും നാളുകൾ ഏറെയാക്കും. വാർത്തകൾ വിശദമായി. 4-വരി പാതയുടെ സാമൂഹിക ആഘാത പഠനത്തിനായി സംഘം എത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ അമ്പായത്തോട് മുതൽ മട്ടന്നൂർ വരെയുള്ള 4-വരി പാതയുടെ അലൈൻമെന്റ് പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ സാമൂഹിക ആഘാത പഠനം നടത്തുമെന്ന് VK കൺസൾട്ടൻസി ചെയർമാൻ VK ബാലൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡിന്റെ ഭാഗമായി കൊട്ടിയൂരിലെ അമ്പായത്തോട്ടിൽ നിന്നും മട്ടന്നൂരിലേക്കുള്ള 4-വരി പാതയുടെ സാമൂഹിക ആഘാത പഠനം നടത്തുന്നതിനായി സംഘം തിങ്കളാഴ്ച അമ്പായത്തോട്ടിലെത്തി. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന VK കൺസൾട്ടൻസിയാണ് പഠനം നടത്തുന്നതിനായി എത്തിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ അമ്പായത്തോട് മുതൽ മട്ടന്നൂർ വരെയുള്ള 4-വരി പാതയുടെ അലൈൻമെന്റാണ് സംഘം പരിശോധന നടത്തിയത്. ഓവർസിയർ K ഡിജേഷ്, ലാൻഡ് അക്വിസിഷൻ റവന്യൂ ഇൻസ്പെക്ടർ MJ ഷിജോ, MR അഫ്സൽ, റിട്ടയർഡ് തഹസിൽദാർ P രാധാകൃഷ്ണൻ, T ബാബുരാജ്, സർവേ ഡയറക്ടർ PK ചന്ദ്രബാനു എന്നിവരടങ്ങുന്ന സംഘമാണ് പഠനത്തിനായി എത്തിയത്. അലൈൻമെന്റ് പരിശോധനയ്ക്ക് ശേഷം വരും ദിവസങ്ങളിൽ സാമൂഹിക ആഘാത പഠനം നടത്തുമെന്നും VK കൺസൾട്ടൻസി ചെയർമാൻ VK ബാലൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നടപടിക്രമം എന്ന് വെച്ചാൽ ഏതൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്യുമ്പോൾ 2013 ആക്ട് പ്രകാരമാണ് നമ്മൾ ലാൻഡ് അക്വയർ ചെയ്യുന്നത്. ആ ആക്ട് പ്രകാരം നമ്മൾ ലാൻഡ് അക്വയർ മുമ്പായിട്ട് ഒരു സ്റ്റഡി നടത്തേണ്ട കാര്യമുണ്ട്. അതായത് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി, സാമൂഹിക പ്രത്യാഘാത പഠനം. അത് ചെയ്യുന്നത് ഗവൺമെൻറ് എംപാനൽ ചെയ്തിരിക്കുന്ന ഏജൻസിയിൽ ഏതെങ്കിലും ഒരു ഏജൻസി ആയിരിക്കും. അങ്ങനെ എംപാനൽ ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയുള്ള VK കൺസൾട്ടൻസി സെൻറ്റർ. ആ ഏജൻസിയുടെ ചെയർമാനാണ് ഞാൻ കോഴിക്കോട് കളക്ടറിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ചെയ്ത കക്ഷിയാണ്. ഈ പഠനം തുടങ്ങി എന്താണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്? അലൈൻമെൻറ്റ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഉള്ള അലൈൻമെൻ്റ് ഒന്ന് പരിശോധിക്കുക. അതിനുശേഷമാണ് ഞങ്ങൾ ബന്ധപ്പെട്ട കക്ഷികൾ ആൾക്കാരൊക്കെ ഓരോ ഓക്യുപ്പൻസിനെയും കണ്ടിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഡ്രാഫ്റ്റ് റിപ്പോർട്ട്, കരട് റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം എല്ലാ ബാധിത കുടുംബങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരു പബ്ലിക് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യും. ആ പബ്ലിക് ഹിയറിങ്ങിൽ കുടുംബങ്ങൾക്കുണ്ടാകുന്ന ഇമ്പാക്ട്സ് ഉണ്ടല്ലോ, അവർക്കുണ്ടാകുന്ന ആഘാതങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ഈ പ്രോജക്റ്റിനെ കുറിച്ച് എതിരഭിപ്രായം കൊണ്ടെങ്കിൽ അതൊക്കെ കേട്ട് അതിന് റിക്വസ്റ്റിംഗ് അതോറിറ്റീൻ്റെ റിമാർക്സോടുകൂടി ഞങ്ങൾ ഫൈനൽ റിപ്പോർട്ട് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യുക ചെയ്യാം. ആ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കളക്ടർ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി നമ്മുടെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡി യൂണിറ്റ് കൊടുക്കുന്ന റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്ത്, അത് അവലോകനം ചെയ്തതിന് ശേഷം അവരുടെ റെക്കമെൻഡേഷൻ, ഈ പ്രോജക്റ്റ് തുടരണോ വേണ്ടിയോ എന്നുള്ളതാണ് അവരുടെ റെക്കമെൻഡേഷൻ. ആ റെക്കമെൻഡേഷൻ കളക്ടർ വഴി ഗവൺമെൻറ്റിലെത്തിക്കും. ആ ഗവൺമെൻറ് അതിനുള്ള ഉത്തരവ് ഇറക്കിയതിന് ശേഷമാണ് തുടർ നടപടികൾ തഹസിൽദാരാണ് സ്വീകരിക്കേണ്ടത്. എംപാനൽ അംഗീകാരം നേടിയ ഏജൻസിയാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. 2013 കേന്ദ്ര നിയമപ്രകാരം നടത്തുന്ന പഠനത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ സംഘം സർവേ പ്രദേശങ്ങൾ നേരിൽ കണ്ട് പരിശോധിക്കും. തുടർന്ന് റോഡിനായി ഭൂമിയും വീടും കെട്ടിടങ്ങളും വിട്ടുകൊടുക്കുന്നവരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കും. അടുത്ത ഘട്ടത്തിൽ ഭൂമി വിട്ടുകൊടുക്കുന്നതിലൂടെ ഓരോ കൈവശക്കാരനും ഉണ്ടാകുന്ന ആഘാതം എത്രയെന്ന് തിട്ടപ്പെടുത്തും. ഇത് സംബന്ധിച്ച് കരട് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലെ നടപടികൾ ആരംഭിക്കുന്നത്. തയ്യാറാക്കുന്ന കരട് റിപ്പോർട്ട് എല്ലാ പഞ്ചായത്തുകളിലും പ്രദർശിപ്പിക്കും. അതിൽ വീണ്ടും പരിശോധനകളും അഭിപ്രായ രൂപീകരണവും നടത്തി വിവിധ വകുപ്പുകൾക്ക് കൈമാറും. തുടർന്ന് സ്ഥലം വിട്ടു നൽകുന്നവരുടെ യോഗം വിളിച്ചു ചേർത്ത് അന്തിമ അഭിപ്രായ രൂപീകരണവും നടത്തും. അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് നൽകുക. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. ബൈക്കിൽ നിന്നും വീണ് മരിച്ച മടപ്പുരച്ചാൽ സ്വദേശിനി കൊല്ലം പ്ലാക്കൽ ഉഷയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച 4 മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേളകം നാനാനിപ്പോയിൽ വെച്ച് ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ തെറിച്ചു വീണ് മരിച്ച മണത്തണ മടപ്പുരച്ചാൽ സ്വദേശിനി കൊല്ലം പ്ലാക്കൽ ഉഷയ്ക്ക് നാടിൻ്റെ അന്ത്യാഞ്ജലി.
ഭർത്താവ് രാജനൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് വരുന്നതിനിടെ കേളകൻ നാനാനിപ്പൊയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ ഉഷയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ രാജനും പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രി 8:30 അപകടം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ നാട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കണ്ടവര് താഴെ ഇങ്ങോട്ട് ആ വഴിയിലൊന്നും ബ്ലോക്ക് ചെയ്തേക്കാളെ വേഗം കാണുക. 20 മിനിറ്റ് നമുക്ക് സമയമുള്ളൂ. അതെ പറഞ്ഞ 20 മിനിറ്റ് സമയമുള്ളൂ. അതിനുള്ളിൽ എല്ലാവരും സഹായിക്കും. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം വെള്ളർവള്ളി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. 9ാം ക്ലാസ്സുകാരൻ ആരോമൽ സുരേഷിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് BJP ജില്ലാ ജനറൽ സെക്രട്ടറി MR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 9ാം ക്ലാസ്സുകാരൻ ആരോമൽ സുരേഷിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. അധ്യാപകരുടെ ക്രൂരതയിൽ മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. जय बोलो बीजेपी, जय बोलो बीजेपी, जय बोलो संघ परिवार, जय बोलो संघ परिवार. BJP ജില്ലാ ജനറൽ സെക്രട്ടറി MR സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 9ൽ പഠിക്കുന്ന കുട്ടിക്ക് അവന്റെ കയ്യിൽ 150 രൂപ ഉണ്ടാവുമോ? ഇന്ന് എന്റെ മോൻ സ്കൂളിലേക്ക് രാവിലെ പോയി. ഓണം പരിപാടിക്ക് വേണ്ടിയിട്ട് 200 രൂപ വേണമെന്ന് എന്നോട് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചുകൊണ്ട് അച്ഛൻ കൊടുത്തു 200 രൂപ ഞാൻ രാവിലെ. പക്ഷേ കുട്ടികളുടെ കയ്യിൽ പണമുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയം തിങ്കളാഴ്ചയുണ്ടായി PTA-യുമായിട്ടും സർവാത്മന സഹകരിക്കുന്ന സ്കൂളുമായിട്ട് സർവാത്മന സഹകരിക്കുന്ന സുരേഷിനെ സാമാന്യ മര്യാദയ്ക്ക് സ്കൂളിൽ ഏതെങ്കിലും ഒരു അധ്യാപകനെ വിളിച്ച് 150 രൂപ കൊണ്ടുവന്ന് തരണം, സ്കൂളിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ സാമാന്യ മര്യാദയ്ക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഭാവിയിൽ നാളെ ഇവിടെ ഒരു ദുരന്തമുണ്ടാവാൻ പാടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. മലയോരത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നമായി സ്കൂളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നം. അവിടെ പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ ഉണ്ട്. വ്യത്യസ്ത സാമ്പത്തിക ശ്രേണിയിൽപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് തന്റെ മക്കളെ ഈ സ്കൂളിലേക്ക് വിടുന്നത് അതാത് മാതാപിതാക്കൾക്ക് അറിയൂ. ഇവിടെ ഇരിക്കുന്നവർക്കറിയില്ല. ആ ആയിരക്കണക്കിന് കുട്ടികൾക്ക് നാളെ ഇത്തരം ഒരു ദുരന്തം ഈ സ്കൂളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അധ്യാപകർ കണ്ണു തുറക്കണം. ഗുരുനാഥന്മാരാണ് അധ്യാപകർ. അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപകർ. ആ അറിവ് പകർന്നു കൊടുക്കുന്നവർ കണ്ണു തുറക്കണം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ ഭരത് അധ്യക്ഷത വഹിച്ചു.
ആറളം ഏരിയ പ്രസിഡന്റ് സന്തോഷ് കീച്ചേരി, സിന്ധു ജയകുമാർ, പ്രശാന്തൻ കുമ്പത്തി, ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ കീച്ചേരി, മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രജേഷ് അളോറ, മണ്ഡലം ജനറൽ കൺവീനർ രജീഷ് ചാവശ്ശേരി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ബേബി ജോസഫ്, ബിജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പായം പഞ്ചായത്തിന്റെ കല്ലുമുട്ടിയിലെ മൾട്ടിപ്ലക്സ് തിയേറ്റർ റീടെൻഡറും ഉറപ്പിക്കാനായില്ല. ഇതോടെ തിയേറ്റർ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും നാളുകൾ ഏറെയാകും. പായം പഞ്ചായത്തിലെ കല്ലുമുട്ടിയിലെ കെട്ടിട സമുച്ചയത്തിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ റീടെൻഡർ ഉറപ്പിച്ചിട്ടില്ല. ഇതോടെ തിയേറ്റർ ഇനിയും യാഥാർത്ഥ്യമാകാൻ നാളുകൾ ഏറെയാകും. ജൂലൈ 12 നടന്ന റീടെൻഡർ വാഗ്ദാനം നൽകിയ എറണാകുളത്തെ സ്ഥാപനത്തിന് മതിയായ പരിചയം ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത്. മൂന്നാമതും ടെൻഡർ വിളിക്കുവാനുള്ള നീക്കം KSFDC തുടങ്ങി. കഴിഞ്ഞ ഏപ്രിൽ 11 ആദ്യ ടെൻഡർ വിളിച്ചെങ്കിലും ടെൻഡർ ആരും ഏറ്റെടുത്തില്ല. റീടെൻഡറിൽ 5.05 കോടി രൂപയുടെ പ്രവൃത്തി കുറഞ്ഞ നിരക്കിൽ 4.25 കോടി രൂപയ്ക്ക് എറണാകുളത്തുള്ള ഒരു കമ്പനി മാത്രമാണ് വാഗ്ദാനം നൽകിയത്. 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം നടത്തി 2 വർഷം കഴിഞ്ഞിട്ടും ടെൻഡർ പോലും ഉറപ്പിക്കാനാകാത്ത അവസ്ഥയിലാണ്. കെട്ടിട നിർമ്മാണം പഞ്ചായത്ത് നേരത്തെ പൂർത്തിയാക്കിയതാണ്. 2022 മെയ് 18 മന്ത്രി സജി ചെറിയാനാണ് തിയേറ്റർ നിർമ്മാണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. തലശ്ശേരി വളവുപാറ റോഡിൽ പായം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനാന്തര പാതയ്ക്ക് അഭിമുഖമായി ഉള്ള സ്ഥലത്താണ് 7 കോടി രൂപ ചെലവിട്ട് മൾട്ടിപ്ലക്സ് തിയേറ്റർ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് 5 നില കെട്ടിടം പണിതത്. അടിനിലയിൽ പാർക്കിംഗ്, 2 നിലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ, 3ഉം 4ഉം നിലകൾ ഉൾപ്പെടുത്തി 2 തിയേറ്ററുകൾ എന്നിവയാണ് പദ്ധതി. ഡോൾബി സംവിധാനങ്ങളും ഇരിപ്പിട സൗകര്യങ്ങളും ഇന്റീരിയർ ക്രമീകരണങ്ങളുമായി 150 സീറ്റുകൾ വീതം 2 തിയേറ്ററുകൾ ഉണ്ടാകും. മൂന്നാമത് ടെൻഡർ വിളിക്കുവാനുള്ള ശ്രമങ്ങൾ KSFDC തുടങ്ങിയതായി പായം പഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഇരട്ടി നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. മാലിന്യമുക്ത നവകേരളം 2ാം ഘട്ട കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ജനകീയ ക്യാമ്പയിന്റെ ഇരട്ടി നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം നഗരസഭാ ഹാളിൽ വെച്ച് നടന്നു. ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അതിൽ കുറെ ആൾക്കാരെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉൾപ്പെടുത്തി ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 ആവുമ്പോഴേക്കും നമ്മുടെ നഗരസഭ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിക്കണം. അതിന് നമുക്ക് കുറേയേറെ പ്രയാസങ്ങൾ ഉണ്ട്. അത് കടന്നു കിട്ടാൻ ഇപ്പോൾ ഇറിഗേഷന്റെ സ്ഥലങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഇരിട്ടി ടൗണുമായി ബന്ധപ്പെട്ട് ഇറിഗേഷന്റെ സ്ഥലത്ത് കുറേ മരങ്ങൾ പൊടിച്ചു വന്നിട്ട് അതിലുള്ള വേസ്റ്റുകളെല്ലാം തങ്ങി നിൽക്കലാണ്. ഇറിഗേഷന്റെ ആൾക്കാർ ഈ യോഗത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവരം കൊടുത്തതാണ്. ഇല്ലെങ്കിലും അവർക്കൊരു നിർദ്ദേശം പ്രത്യേകം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൃത്യമായി പാലിച്ചു പോയാൽ ഈ ഘടനയ്ക്ക് ഒരു വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് ഇപ്പം നമ്മൾ പള്ളികളിലും അമ്പലം അതുപോലെ റിസോർട്ട് അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് നമ്മൾ ഇതിനു മുമ്പേ നടത്തി. പക്ഷേ ഇപ്പോൾ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു വിധേനയും നമ്മൾ പറഞ്ഞ പോലെ പാലിക്കുന്ന ഒരു സ്ഥിതിയില്ല. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഫൈന് ഇടാതെ പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാ കല്യാണം നടത്തുന്ന അമ്പലമായാലും പള്ളിയായാലും എന്തൊരു പരിപാടി സംഘടിപ്പിക്കുന്നിടത്തെല്ലാം പ്ലാസ്റ്റിക് വിമുക്തമാക്കണം എന്ന് പറഞ്ഞാലും പേപ്പർ ഗ്ലാസ് ആണെന്നും പറഞ്ഞ് കച്ചവടക്കാർ കൊടുക്കുന്നുമുണ്ട്. HSന് ഞാൻ അതിൻ്റെ ഒരു കത്ത് ഇതിനു മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിലൊരു ഇടപെടൽ നടത്തണം. നമുക്കെന്നെ അറിയാം, ഇപ്പോൾ ആശുപത്രി ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ക്യാൻസറും ഡയാലിസും എല്ലാം ചെയ്യുന്ന ഒരു നഗരസഭയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നഗരസഭ. അതിന് നമ്മളെല്ലാവരും കൂട്ടമായി ചേർന്ന് വൈസ് ചെയർമാൻ P. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK ഫസീല ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശുചിത്വ മിഷൻ ജില്ലാ RP ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AK രവീന്ദ്രൻ, PK ബൽക്കീസ്, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, N. രാജൻ, അഷറഫ് ചായിലോടൻ, പത്മനാഭൻ CP, ശ്രീല ടീച്ചർ, ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കേരള വനിതാ കമ്മീഷൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. കേരള വനിതാ കമ്മീഷൻ, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതി പരിശീലനം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലനത്തിൽ സുനിൽ ക്ലാസ് എടുത്തു.
എത്ര പേരുണ്ട്? എപ്പോഴത്തെ കണക്കാ? 2000 അവസാനത്തെ ജ്ഞാനേശ്വരന്മാർ കണക്കെപ്പോഴെടുത്ത്? 11 അല്ലേ? നമ്മുടെ പഞ്ചായത്തിലെ 17,000-ഓളം വരുന്ന ജനസംഖ്യയിൽ നിന്ന് 14 വാർഡായി തിരിക്കപ്പെടുമ്പോൾ 9 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ സമിതിയുടെ ഭാഗവാക്കായി തീർന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം? കൊട്ടിയൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഞ്ചായത്തിന്റെ വളരെ വളരെ ആരാണ്? പരിപാടി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പ്രാകം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പേന്തുരുത്തിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഉഷ അശോക് കുമാർ, ഷാജി പൊട്ടേൽ, ICDS സൂപ്പർവൈസർ ജെഫ്രി റാണി ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേരളം. മലയാള സിനിമ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് രാജിനെ ആദരിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരട്ടി ലീജിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മലയാള സിനിമ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് രാജിനെ ആദരിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഇരട്ടി ലീജിയൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി ജോയ് തടത്തിൽ, ട്രഷറർ VM നാരായണൻ, മുൻ പ്രസിഡന്റുമാരായ MV അഗസ്റ്റിൻ, ബാബു ജോസഫ്, AK ഹസൻ, പ്രദീപ് കുമാർ കാക്കറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആർലം സ്വദേശിയായ അനൂപ് രാജ് വാഴ, ശാലിനി, ജനഗണമന, ഓമേരി ലൈല മുതലായ സിനിമകൾക്കും നിരവധി സീരിയലുകൾക്കും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി നാടകങ്ങൾക്ക് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. നേരത്തെ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ബിരുദാനന്തര ബിരുദത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയിരുന്നു. നമ്മൾ ആഗ്രഹിച്ച മേഖലകളിലേക്ക് പോകാൻ സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളായ എൻ്റെ എല്ലാ നാടകങ്ങളെ പഠിച്ചിട്ടുള്ള ബഹുമാനിയായ ശ്രീ തോമസ് ദേവസ്ഥാനങ്ങളുടെ. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വേൾഡ് ഫിസിയോതെറാപ്പി ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് സൈക്ലിത്തോൺ സംഘടിപ്പിച്ചു. വേൾഡ് ഫിസിയോതെറാപ്പി ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും കാനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബും ചേർന്ന് സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. സൈക്ലത്തോൺ സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ണൂർ സിറ്റി ACP പ്രമോദ്, ഹോസ്പിറ്റൽ CEO ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജയകിഷിന്റെ നേതൃത്വത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. Good morning, everyone. I really appreciate the initiative taken by the physiotherapy, the team being prevention this time. അപ്പോൾ എല്ലാ ആശംസകളും എല്ലാവർക്കും സൈക്ലിസ്റ്റിന് തരുന്നു. Really appreciate. Let this be a safe and enjoyable event, and also appreciate Shahid and Decathlon for supporting. So. ചടങ്ങിൽ BMH ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നിതിൻ, ഫിസിയോതെറാപ്പിസ്റ്റുമാരായ മുഹമ്മദ് ജംഷീർ, മുബീന, അൻസാർ, അദീദ്, കാനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി, വൈസ് പ്രസിഡന്റ് A ജോഗേഷ്, കാനന്നൂർ സൈക്ലിംഗ് ക്ലബ്ബ് പിങ്ക് റൈഡേഴ്സ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി ഉമ്മൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഹൈവിഷൻ. CPIM ഒറ്റപ്ലാവ് ബ്രാഞ്ച് സമ്മേളനം CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. CPIM 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഒറ്റപ്ലാവ് ബ്രാഞ്ച് സമ്മേളനം EMS നഗറിൽ നടന്നു. ഗോപി പൊങ്ങുംപുറത്ത് പതാക ഉയർത്തി. CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉള്ള ആയുധമായി അവരുടെ ഒരു ഉപകരണമായിട്ട് ഈ യുദ്ധത്തെ മാറ്റുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ പറയുമ്പോൾ അറിയാം, അമേരിക്ക ലോകരാജ്യങ്ങളുടെ മേലെ അതിശുദ്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയുടെ ചില യുദ്ധകാര്യങ്ങൾ, അമേരിക്ക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തിലുള്ള യുദ്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഉക്രൈൻ റഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അമേരിക്കയിലെ ഇടപെടൽ, ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഇടപെടൽ എത്രമാത്രം ഉണ്ട് എന്നത്
വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. MV മാത്യു രക്തസാക്ഷി പ്രമേയവും ജോൺസൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KN സുനീന്ദ്രൻ, MC ഷാജു, പുഷ്പകുമാരി പൊങ്ങുംപുറത്ത് എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരള NGO യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവശ്ശേരി ടൗൺഷിപ്പ് നഗറിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടത്തി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ ദത്തെടുത്ത ചാവശ്ശേരി ടൗൺഷിപ്പ് നഗറിലെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് നഗറിലെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും തലശ്ശേരി പബ്ലിക് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്തത്. കണ്ണൂരിൽ നടന്ന 54ാം സമ്മേളനത്തിലാണ് ടൗൺഷിപ്പ് നഗർ NGO ഏറ്റെടുത്തത്. 7 വർഷമായി നഗറിലെ വിവിധ പരിപാടികൾ നടത്തി വരികയാണ്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ശ്രമം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നമ്മൾ. അപ്പോൾ ആ വർഷങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നേട്ടമുണ്ടോ കോട്ടമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് പോകുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗത്തിൻ്റെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. ഇന്നത്തെ ഇതിൽ ഇരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഏകദേശം എല്ലാവരും പുതിയ തലമുറക്കാരാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആ പഴയ കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കുന്നവരാണ്, പഠിക്കേണ്ടവരാണ്. ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ, N സുരേന്ദ്രൻ, KM ബൈജു, K മോഹനൻ, P പ്രജിത്ത്, അനിത പ്രദീപൻ, K രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കാക്കിങ്ങാട് ടൗണിൽ ആരംഭിച്ച കുടുംബശ്രീ ഷോപ്പിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കാക്കയങ്ങാട് ടൗണിൽ കുടുംബശ്രീ ഷോപ്പി ആരംഭിച്ചു. ഷോപ്പിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. CDS വൈസ് ചെയർപേഴ്സൺ സജിത അനൂപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ബിന്ദു ആദ്യ വിൽപ്പന നടത്തി. വൈസ് പ്രസിഡന്റ് VV വിനോദ്, സ്ഥിരം സമിതി അധ്യക്ഷയായ വനജ, പഞ്ചായത്ത് അംഗങ്ങളായ CB ജോസഫ്, ധന്യ രാകേഷ്, KV റഷീദ്, TV സിനി, K മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഗൃഹാതുരത ഉണർത്തി ബീഹാറിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനൊപ്പം കേരള അസോസിയേഷൻ ബീഹാറിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം. കേരള അസോസിയേഷൻ ബീഹാറിന്റെ ആഭിമുഖ്യത്തിൽ ബീഹാറിലെ ബർബിക സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ പ്രശസ്ത മാന്ത്രികനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി. ദീപ്തി KS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓണക്കളികളിൽ വിജയികളായവർക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ മക്കൾക്കും പുരസ്കാരങ്ങൾ കൈമാറി. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഓണപ്പൂക്കളവും മറുനാടൻ മലയാളികൾക്ക് പിറന്നനാടിന്റെ ഓർമ്മ പുതുക്കലിൻ്റേത് കൂടിയായി. അസോസിയേഷൻ സെക്രട്ടറി ബിന്ദു അനിൽ, ജോണി ജോസഫ്, അനൂപ് തോമസ്, മോളി റൂബി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി ആയിച്ചോത്ത് സ്വദേശി ദേവരാജന് നൽകുന്ന ജീവനം സ്റ്റാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഉജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി ആയിച്ചോത്ത് സ്വദേശി ദേവരാജന് നൽകുന്ന ജീവനം സ്റ്റാളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പഞ്ചായത്ത് കരകയറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവശേഷിക്കുന്ന ആളുകളെയും കൂടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിദരിദ്രമില്ലാത്ത നാടായിട്ട് നമ്മുടെ കേരളം മാറുകയാണ്. നമ്മുടെ രാജ്യത്തിനും മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായി അത്തരമൊരു ലോകത്തിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ അതിൻ്റെ ഭാഗമായി മുഴക്കുന്ന് പഞ്ചായത്ത് ഇവിടുത്തെ കുടുംബശ്രീ എല്ലാം ആ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരെല്ലാം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് ഉദ്യോഗം നടത്താൻ സാധിക്കട്ടെ. എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമാണ് സഫലമാക്കി മറ്റുമെല്ലാം അവർ സാധിക്കില്ല. മറ്റാളുകളുടെ സഹായങ്ങൾ നൽകി പരമാവധി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VV വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A വനജ, പഞ്ചായത്ത് അംഗം K മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കേളകം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി, അടയ്ക്കാത്തോട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ആയുഷ് മിഷൻ കേരളം ഹോമിയോപ്പതി വകുപ്പ്, കേളകം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി, അടക്കാത്തോട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേളകം സെൻറ് ജോർജ് കൺവെൻഷൻ സെൻറ്ററിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് വാർഡ് മെമ്പർ സുനിത രാജു വാത്യാട്ടിൻ്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഹോമിയോ ഡിസ്പെൻസറി നിയമിച്ചിരുന്നു. അതൊരു ആയുർവേദ ഡോക്ടർ തന്നെയാണ്. നമ്മുടെ ദിവ്ന ഡോക്ടർ അവിടെ ചുമതല എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുത്തിടെ ആയുർവേദ ആശുപത്രിയിലും ആയുർവേദ ഡിസ്പെൻസറിയിലും നമ്മുടെ നാട്ടുകാരൻ തന്നെ ഒരു ഡോക്ടർ വന്നു. നേരത്തെ നമ്മുടെ ഈ 2 ഹോസ്പിറ്റലുകൾ എപ്പോഴും പുറമേ ഉള്ളവർ കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. അവിടെയും ഒരു യോഗ ഇൻസ്ട്രക്ടർ എടുത്തു. അതും ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ മീനു. അപ്പോൾ അങ്ങനെ ഈ 2 ആശുപത്രികളായിട്ട് 2 യോഗ ഇൻസ്ട്രക്ടർമാരുടെ കൂടി സേവനം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ആശാ വർക്കർമാരെ 2 ഡിസ്പെൻസറികളിലേക്കായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളിലേക്കും ഇതിൻ്റെ സേവനം എത്തിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണിപ്പോൾ നമ്മുടെ മെമ്പർ പറഞ്ഞൊരു വിഷയം, നമ്മൾ പൊതുവിൽ എന്ത് അസുഖം വന്നാലും ആദ്യം അലോപ്പതിയിലേക്ക് പോകുക എന്നുള്ളൊരു ശീലം വളർന്നു വരികയാണ്. ഡോക്ടർ മേരി ലിനോ ജോസഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലൂമി, PK വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടിയൂർ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചാർലി മാത്യു, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ദിവ്ന C ദിവാകരൻ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 60 വയസ്സ് വരെ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ 60 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളുടെ നാശങ്ങൾ സംഭവിച്ചു വരാൻ സാധ്യതകളേറെ അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് 60 വയസ്സിന് മുകളിലുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പൊതുവായിട്ട് നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ്? നമുക്കിപ്പോൾ അസ്ഥി സംബന്ധമായിട്ട് പറയുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് പറയുന്നത് നമുക്ക് നടക്കാൻ പ്രയാസം ഉണ്ടാകുക, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. നമുക്ക് നടക്കാൻ പ്രയാസം ഉണ്ടാകുക, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജോയിൻസിനും ഒരു സ്റ്റിഫ്നെസ്, ഒരു കാഠിന്യം അനുഭവപ്പെടുക. ആ കാഠിന്യം മൂലം നമുക്ക് നടക്കാൻ പറ്റാതിരിക്കുക, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ ചെയ്യാൻ പറ്റാതിരിക്കുക, സ്റ്റെയർകേസ് കയറാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ കുറച്ച് സമയം നടക്കുമ്പോഴേക്കും നമ്മുടെ കാലിനും കൈക്കൊക്കെ വേദന. സിയറ ലിയോൺ മലയാളി അസോസിയേഷൻ സിൽമ എന്ന സംഘടന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. അഡ്വക്കേറ്റ് സനു ജോസഫ് MLA ഫണ്ട് ഏറ്റുവാങ്ങി. വെസ്റ്റ് ആഫ്രിക്കയിലെ സിയറ ലിയോൺ മലയാളി അസോസിയേഷൻ സിൽമ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഫണ്ട് കൈമാറിയത്. ചുങ്കക്കുന്ന് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ സിയറ ലിയോൺ മലയാളി അസോസിയേഷൻ മെമ്പർ ബിബിൻ നരിമറ്റം, പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം എന്നിവർ ചേർന്ന് ചെക്ക് സണ്ണി ജോസഫ് MLAക്ക് കൈമാറി. സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സംഘടനയാണ് സിൽമ, സിയറ ലിയോൺ മലയാളി അസോസിയേഷൻ. ആ സംഘടനയുടെ പ്രവർത്തനം സ്വരൂപിച്ച് വയനാട് ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3,12,000 രൂപയുടെ ചെക്കാണ് ഇത്.
ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്മുടാവും, ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോയും ഞാനും ചേർന്ന് ഈ ചെക്ക് നന്ദിയോടെ ഏറ്റുവാങ്ങുക. വയനാട് ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മലയാളികൾ ലോകത്ത് എവിടെയുള്ളോ അവിടെയെല്ലാം തയ്യാറാണ്. അതിൽ ഈ സംഘടന സിൽമ പ്രവർത്തകരുടെ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചക്കോ ചടങ്ങിൽ പങ്കെടുത്തു. 2020 സ്ഥാപിതമായ സിയറ ലിയോൺ മലയാളി അസോസിയേഷനിൽ 50 അംഗങ്ങളാണുള്ളത്. ഇവർ സമാഹരിച്ച 3,12,000 രൂപയുടെ ചെക്കാണ് കൈമാറിയത്. സിയറ ലിയോൺ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സവിൻ സുഹാസ്, സെക്രട്ടറി ജോബിൻ നരിമറ്റം, വൈസ് പ്രസിഡന്റ് ഷനൽ ഷാജി, ജോയിന്റ് സെക്രട്ടറി ബ്ലസൻ, ട്രഷറർ വി ജോജോ, മറ്റ് ഭാരവാഹികളായ ഷാൻ മാത്യൂസ്, ബിജു, അക്ഷയ്, ആതിര, അഷ്ന, ബിബിൻ, ബെസ്ബിൻ എന്നിവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. പുന്നാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ഇരട്ടിപ്പാലത്തിന് സമീപം ഹെഡ് ഓഫീസ് ബിൽഡിംഗിൽ ആരംഭിച്ചു. പുന്നാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ഇരട്ടിപ്പാലത്തിന് സമീപം ഹെഡ് ഓഫീസ് ബിൽഡിംഗിൽ ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് നാസർ കേളോത്ത്, ഡയറക്ടർ UP ഷാനിദ് എന്നിവർ പങ്കെടുത്തു. 23 പരം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മുഴക്കുന്ന് മൃദംഗശൈലി ശ്രീ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ചുമരുകൾ പഴമ നഷ്ടപ്പെടുത്തി മോടി പിടിപ്പിക്കുന്നതിനെതിരെ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകി. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ ചുവരുകൾ പഴമ നഷ്ടപ്പെടുത്തി മോടി പിടിപ്പിക്കുന്നതിനെതിരെ ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകി. ചുറ്റമ്പലത്തിന്റെ കല്ലുകൾ പോളിഷ് ചെയ്ത് പഴമ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയാണ് ഭക്തജന കൂട്ടായ്മ രംഗത്തെത്തിയത്. PM ബാലചന്ദ്രൻ, C പ്രദീപൻ, C രാജൻ, M സന്തോഷ്, ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിവേദനം നൽകിയത്. പുതുമേൻ്റെ പേരിൽ അല്ലെങ്കിൽ മോടിൻ്റെ പേരിൽ ഭംഗീൻ്റെ പേരിൽ നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ള അവശേഷിപ്പുകൾ നശിപ്പിക്കരുത്, ചരിത്രത്തിന് നശിപ്പിക്കരുത് എന്നുള്ള ഒരഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇത് പഴമ കുറേ കാലം കഴിഞ്ഞ് തലമുറ വരുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിർമ്മിതിയാണ്. അതങ്ങനെ നിലനിർത്തുന്നതാണ് ഭംഗി. ഇപ്പം നമ്മൾ പരിഷ്കാരത്തിൻ്റെ പേര് പറഞ്ഞിപ്പം പഴശ്ശീൻ്റെ പ്രതിമയുണ്ട്, പാൻറ്റും കോട്ടും വേണം എന്ന് പറഞ്ഞാൽ എത്ര അവഹേളനം അത്. അതുപോലൊരവസ്ഥയിൽ ഇത്തരം ചെയ്യരുത്. എന്നാൽ പഴമയിൽ തന്നെ അവിടെ നിൽക്കട്ടെ. പുതിയ നിർമ്മിതിയെല്ലാം നിങ്ങൾ ചെയ്തോ, അത് നമുക്ക് ആക്ഷേപമില്ല. കുറച്ച് വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഈ നാട്ടിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പേരിനടിസ്ഥാനം മിഴാവ്, ആ മിഴാവ് പ്രതിഷ്ഠിച്ച സ്ഥലം കുത്തിക്കളക്കണമെന്ന് പറഞ്ഞ വാദം ഉണ്ടായിരുന്നു. അത് കുറച്ച് ആൾക്കാർ കൂടി പറഞ്ഞുകൊണ്ടാണ് അതവിടെ നിർത്തിവെച്ച്. അതുപോലുള്ള പ്രവർത്തനത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കാരണം അമ്പലം നന്നാവുന്നോ മോടി പിടിപ്പിക്കുന്നൊന്നുമില്ല. മോടി പിടിപ്പിക്കേണ്ട ഭാഗം ചെയ്തോട്ടെ. ഈ ഭാഗം പഴമയിൽ എന്നെ നിലനിർത്തണം. മേലിലും ഇത് അനുബന്ധിച്ച് മറ്റ് പല പ്രവർത്തനവും വന്നേക്കാം. ഇപ്പോൾ കഴുക്കോൽ പോയി മാറ്റിക്കോട്ടെ, മാറ്റേണ്ട തന്നെയാണ്. വാതിൽ പോയി മാറ്റിക്കോട്ടെ. പക്ഷേ ഈ ചുമരിൻ്റെ ആ നിർമ്മിതി ഉണ്ടല്ലോ, ഇത്രയും നൂറ്റാണ്ട് നിന്നും ഇനിയും നിൽക്കും. അതിപ്പോൾ ഒരു കേടുമില്ല. അത് പോളിഷ് ചെയ്ത് ഭംഗിയാക്കുക അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. മോടിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ വരുന്നവർ മോടിയല്ല ഉദ്ദേശിക്കുന്നത്. ആ പഴമ നമുക്ക് നിലനിർത്തുക തന്നെ വേണം. ചരിത്ര പ്രാധാന്യമുള്ളതാണ്, ഏതോ നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുത്തെ ചരിത്ര അവശേഷിപ്പുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. നമ്മളിപ്പം വിശ്വാസികൾ കൂടിയാണ്. കാരണം വിശ്വാസികൾ ഇന്ന് രാവിലെ വന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഇടപെട്ടതും. കാരണം എന്ന് വെച്ചാൽ വന്നു നോക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ പഴയകാല ശേഷിപ്പുകൾ എല്ലാം നശിപ്പിച്ചുകൊണ്ട് എല്ലാം പുതുമയുടെ യുഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം വരും തലമുറയ്ക്ക് നമുക്ക് പഴശ്ശിരാജനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പഴശ്ശിരാജയുടെ കുലദേവതയായ ക്ഷേത്രത്തിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ, വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ നമ്മളെ കൈവശം ഇനി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പഴമ നിലനിർത്തണമെന്നാണ് ഈ ഭക്തജന കൂട്ടായ്മ ഇന്ന് രാവിലെ കുറേ ഭക്തജനങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ പ്രകാരമാണ് നമ്മളിന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കും എല്ലാം ഒരു മെമ്മോറാണ്ടം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റുള്ളവരെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതെന്താണെന്ന് പരിശോധിക്കാൻ വന്നത്. ഇതിൽ കുറേ ആളെ വേർപ്പുകളുണ്ട് ഒരുപാട്. ഈ വേർപ്പ് ശരിക്കും പറഞ്ഞാൽ ചരിത്രമായിട്ട് കാണണം. അതിന് നശിപ്പിച്ചിട്ട് ഇത് പുതുമയായിട്ട് ഇത് പോളിഷ് ചെയ്ത് ഭംഗിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചരിത്രം ഇവിടെ കാണാനില്ല. ഇത് പുതുതലമുറക്ക് ഇവിടുത്തെ ഒരു പഴമയുള്ളൊരു അമ്പലമെന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ ഇത് ഇതെന്നപ്പം പോളിഷ് ചെയ്ത് കാണാനുള്ളൂ. പക്ഷേ ഈ പഴമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ പഴമേനെ ഇഷ്ടപ്പെടാത്തവരാണ് ഇതൊക്കെ ചെത്തി മിനുക്കിയിട്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത്. അതും കൂടി ഒന്ന് കണക്കിലെടുത്ത് ഈ ചരിത്രം ഇവിടെ മുഴക്കുന്നതിന് എല്ലാ അടുത്ത വരുന്ന തലമുറകളിൽ കാണാനുള്ളൊരു സാധനം ഇവിടെ ബാക്കി വെക്കണം. എന്നാൽ വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മലബാർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെയാണ് ചുറ്റമ്പലത്തിന്റെ ചുമർ കേടുപാടുകൾ തീർക്കാനും ചുമർ ശക്തിപ്പെടുത്തുവാനും വേണ്ടിയുള്ള പ്രവൃത്തി നടത്തുന്നത് എന്ന് ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മടപ്പുറച്ചാൽ വേളാങ്കണ്ണി മാതാ ദേവാലയത്തിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാളും 8 നോമ്പാചരണവും സമാപിച്ചു. സമാപന ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് നിർമ്മലഗിരി ബർസാർ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മടപ്പുറച്ചാൽ വേളാങ്കണ്ണി ദേവാലയത്തിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാളും 8 നോമ്പാചരണവും സമാപിച്ചു. നിർമ്മലഗിരി വികാരിയും ബർസാറുമായ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മടപ്പുറച്ചാൽ ഷേൺസ്റ്റാഡ് ഭവൻ സുപ്പീരിയർ ഫാദർ ബിജോയ് കൊട്ടേക്കൊടിയിൽ ലതീഞ്ഞും നിർവഹിച്ചു. തുടർന്ന് നടത്തിയ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പ്രദക്ഷിണത്തിന് ശേഷം സമാപന ആശീർവാദവും പാച്ചോർ നേർച്ചയും നടന്നു. നിരവധി വിശ്വാസികളായിരുന്നു തിരുനാളിലും 8 നോമ്പാചരണ സമാപന ചടങ്ങിലും പങ്കെടുക്കാൻ ദേവാലയത്തിൽ എത്തിച്ചേർന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വാണിജ്യം. ഇരട്ടി തന്തോട് ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഇരിട്ടി തന്തോട് ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് സ്റ്റുഡിയോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇരിട്ടി നിത്യസഹായ മാതാ പള്ളി വികാരി ഫാദർ ബിനു ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സംരംഭത്തെ അങ്ങ് ആശീർവദിക്കണമേ. പ്രപഞ്ചകർത്താവായ ദൈവമേ, എല്ലാ പ്രവൃത്തിയും വ്യാപൃതനായിരിക്കുന്ന അങ്ങ് തന്നെ ഇവിടെ ഈ സംരംഭത്തിൻ്റെ നായകനും നിയന്താവുമായിരിക്കാൻ അനുഗ്രഹിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഈശോ ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും. മാനേജിംഗ് ഡയറക്ടർ ദിലീപ് മോഹൻ, ടോമിൻ തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമസ്കാരം. നമ്മുടെ ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് സ്റ്റുഡിയോ ഇത് 38ാമത്തെ ശാഖയാണ്. ഇന്ത്യയിലും
ഞങ്ങൾക്ക് ദുബായ്, അബുദാബി, കുവൈറ്റ്, ലണ്ടൻ പുറത്ത് ഉള്ള സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി കുറച്ചധികം സെൻറ്റേഴ്സ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 38 ഔട്ട്ലെറ്റ് ആണ്. ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആണ് ഇപ്പം ഇത് ഓപ്പൺ ആയിരിക്കുന്നത് ഇരിട്ടിയിൽ. നമ്മൾ ഈ സെൻറ്ററിൽ ചെയ്യുന്നത് നോൺ സർജിക്കൽ ആയിട്ടുള്ള ഹെയർ ഫിക്സിംഗ് സംവിധാനമാണ്. നോൺ സർജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന കോസ്മെറ്റിക് സംവിധാനമാണ്. ഈ മെഷർമെന്റ് എടുക്കുക, ഹെയർ ലോസ്റ്റ് ആയിട്ടുള്ള ഏരിയ അവിടെ, അതുപോലെ തന്നെ ഒരു ഹെയർ സിസ്റ്റം, ഒരു പാച്ച് ബോണ്ട് ചെയ്യുക, അത് പെർമനന്റ് ആയിട്ട് ബോണ്ട് ചെയ്യാം. അത് നമുക്ക് നീന്താനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നോൺ റിമൂവബിൾ ആയ ഒരു നോൺ സർജിക്കൽ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെഡ്സിന്റെ കേരളത്തിൽ ഇത് 11ാമത്തെ ശാഖയാണ്. ടോട്ടൽ വേൾഡ് ഓവർ 38ാമത്തെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇതിന്റെ മെയിൻ ഹബ്ബ്, ഹെഡ് ഓഫീസ് എല്ലാം. അവിടെ നിന്നാണ് എല്ലാം ത്രൂ ഔട്ട് സ്പ്രെഡ് ആവുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. പേരാവൂർ പാമ്പാളിയിലെ വളയങ്ങാടൻ ശശീന്ദ്രൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ജീവനക്കാരനായിരുന്നു. ഭാര്യ ശൈലജ, മക്കൾ അഭിനന്ദ്, അഞ്ജന. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 228, പേരാവൂർ 229, കൊട്ടിയൂർ 229. റബ്ബർ ലോട്ട് ഇരിട്ടി 208, പേരാവൂർ 219, കൊട്ടിയൂർ 218. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 625, കൊട്ടിയൂർ 625. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 320, കൊട്ടിയൂർ 325. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6680, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പായത്തോട് മട്ടന്നൂർ 4-വരിപ്പാത സാമൂഹികാഘാത പഠനത്തിനായി സംഘം എത്തി. ആദ്യഘട്ടമെന്ന നിലയിൽ 4-വരിപ്പാതയുടെ അലൈൻമെന്റ് പരിശോധന നടത്തി. ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ച മടപ്പുരച്ചാൽ സ്വദേശിനി ഉഷയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വെളിമാനം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട്. പായം പഞ്ചായത്തിന്റെ കല്ലുമുട്ടിയിലെ മൾട്ടിപ്ലക്സ് തിയേറ്റർ റീടെൻഡറും ഉറപ്പിക്കാനായില്ല. തിയേറ്റർ യാഥാർത്ഥ്യമാക്കാൻ ഇനിയും നാളുകൾ ഏറെയാക്കും. ന്യൂസ് ടൈമോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.